പുറത്തുനിന്നൊരു ഭയങ്കരമായ കല്ലുകൊണ്ട് ഇടിക്കുന്ന ഒരു ശബ്ദം നമ്മൾ കേൾക്കുന്നത്. പിന്നെ എനിക്ക് തോന്നി തലേദിവസം ഒരു പ്രശ്നം ഉണ്ടായതാണ് നമുക്ക് നേരത്തെ. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടുത്തെ പറഞ്ഞു ഞാനും ഭാര്യ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ എന്തോ അവൻ ആദ്യം വന്നിട്ട് എന്തോ പ്രശ്നമുണ്ട്, ഉച്ചക്ക് കാല് പിടിച്ചിട്ട് പോയ ആളാണ്, പക്ഷേ എന്തോ പ്രശ്നമുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഇടിച്ച് പൊളിച്ചു. കുറച്ച് നോക്കുമ്പോഴത്തേക്കൊണ്ട് ഫ്രണ്ടിലത്തെ ഗ്ലാസ് ഉടയുന്നു. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ഡോറ് തുറന്ന് നോക്കുമ്പോൾ കൈമലി വലിയ കൈക്കോട്ട്. അപ്പോൾ എൻ്റെ തലക്കടിക്കാൻ വേണ്ടിയിട്ടുള്ള സമാധാനം, അവന് കൊല്ലേണ്ട പരിപാടി തന്നെയാണ്. എന്താ നമ്മളുടെ വൈരാഗ്യം നമുക്കറിയില്ല. ബുധനാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് ആക്രമണം നടന്നത്. കൊലക്കേസിൽ പ്രതിയായ യുവാവെത്തി അയൽവക്കത്തെ വീട് അടിച്ചു തകർക്കുകയായിരുന്നു. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറും തകർത്തു. വെങ്ങര ഹിന്ദു LP സ്കൂളിന് സമീപമുള്ള മുങ്ങത്ത് വേണുഗോപാലിന്റെ വീടിന് നേരെയാണ് അതിക്രമം ഉണ്ടായത്. കാറിന്റെ ചില്ലിനു മുകളിൽ ചെത്തുകല്ലെറിഞ്ഞാണ് തകർത്തത്. വീടിന് ചുറ്റുമുള്ള മുഴുവൻ ജനലുകളും യുവാവ് അടിച്ചു തകർത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് അയൽവാസിയായ വിനോദ് കുമാറിനെ പഴയങ്ങാടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിനോദ് നേരത്തെ ഒരു കൊലക്കേസിലും പ്രതിയാണ്. കൊലവിളി നടത്തിക്കൊണ്ടാണ് യുവാവ് അക്രമം നടത്തിയതെന്ന് വീട്ടുടമ പറഞ്ഞു. അങ്ങനെ നമ്മൾ മാറിപ്പോയി. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ആ സൈഡിലേക്ക് കൂടി പോയിട്ട് ആ ഗ്ലാസ് മുഴുവൻ അടിച്ചു കൊടുത്തു. അവിടെ ഇവിടെ കിച്ചണകത്തുള്ള ഗ്ലാസ് എല്ലാം പൊളിച്ച് ബെഡ്റൂമിൻ്റെ സൈഡിൽ കിടക്കുന്ന എല്ലാ ഗ്ലാസും തകർത്തു. എന്നിട്ട് ഒന്നും മതിയാവാൻ്റെ ഒന്നും പുറത്ത് വെള്ളം സൂക്ഷിച്ച് വെച്ച് ടാങ്കും ബക്കറ്റും സകലം അടിച്ച് പൊടിച്ച് നശിപ്പിച്ച് കളഞ്ഞു. ഓക്കെ, കാരണം തന്നെ ഒരുപാട് ഇത് പറ്റിയിട്ടുണ്ട്. മുമ്പിലും പുറകിലും സൈഡിലും സൈഡ് ഗ്ലാസ്സിലൊക്കെ കല്ലൊക്കെ എടുത്തിട്ടിട്ട്. സംഭവം അറിഞ്ഞ പഴയങ്ങാടി SIയും സംഘവും സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു. 7 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.